ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേലൊരു കാറ്റ് അടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. അവനൊരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ടു ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്ന് അറിയേണ്ടതിന് അവനൊരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്നും പുറത്തുവിട്ടു. എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ഒരു പ്രാവിനെ പെട്ടകത്തിൽ നിന്നും പുറത്തുവിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു. അതിന്റെ വായിലതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല. 601-ാം ദിവസം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നുവെന്ന് കണ്ടു. 2-ാം മാസം 27-ാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു. ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രിമാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങുവീൻ. പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതികളുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതിജാതിയായി പെട്ടകത്തിൽ നിന്നും ഇറങ്ങി. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗമർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോവുകയുമില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബറക്കുമോർ.